നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു വ്യത്യസ്തരായ ഫാമിലിയാണ് കേട്ടോ. കരുത്തും എഴുത്തും ഒന്നിക്കുന്ന ഒരു ഫാമിലി. ഇവിടെ ഓരോരുത്തരെ കുറിച്ച് പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അവരെ ഒട്ടും സമയം കളയാതെ പരിചയപ്പെടാം. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം ഉപ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ. റഷീദ് പാവറട്ടി എന്നറിയപ്പെടുന്ന ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള, ഒരുപാട് നാടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള, ആക്ടിവിസ്റ്റ് ആയിരുന്ന, അങ്ങനെയൊക്കെ ഒരുപാട് മേഖലകളിൽ നമ്മുടെ ആ ഒരു സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം വിശേഷങ്ങൾ. നന്ദി, സ്നേഹം, സന്തോഷം. റഷീദ് പാവറട്ടി എന്ന പേരിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ നാടകങ്ങളിലും സിനിമകളിലും എഴുത്തിലുമൊക്കെ വളരെ സജീവമായിരുന്നു. അതിനുശേഷം പ്രവാസം സ്വീകരിച്ചതിന് ശേഷം വീണ്ടും കൂടുതൽ എഴുത്തിലേക്ക് സജീവത നൽകുകയുണ്ടായി. കാരണം നാട്ടിലുള്ള സമയത്ത് പറഞ്ഞ പോലെ തന്നെ സമരങ്ങളിലും മറ്റ് കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സമയമുണ്ട് പങ്കെടുക്കാൻ. പ്രവാസത്തിൽ 4 ചുമരുകൾക്കുള്ളിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ നമ്മുടെ ഊർജ്ജം എപ്രകാരം നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാമെന്നുള്ള ഒരു ചിന്തയുണ്ടായി. ആ ചിന്തയാണ് പിന്നെ അവസാനം എഴുതുക എന്നല്ലാതെ വേറെ രക്ഷയില്ല അവിടെ. അപ്പോൾ എഴുതാൻ ആരംഭിച്ചു. ആ എഴുത്തുകൾ വളരെ ദാർശനികമായ, താത്വികമായ, സാഹിത്യാത്മകമായിട്ടുള്ള, സർഗാത്മകമായിട്ടുള്ള എഴുത്തുകളാണ് ഞാൻ നിർവഹിക്കാറ്. കേവലം ഒരു പ്രണയത്തെയോ അല്ലെങ്കിൽ മറ്റ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും നൈമിഷിക ഭാവങ്ങളെയോ എല്ലാം സ്റ്റേജ് ചെയ്തുകൊണ്ടുള്ള എഴുത്തല്ല. കൂടുതലും ദാർശനികമാണ്. പ്രകാരം എഴുതിയ എൻ്റെ ഒരു പുസ്തകമാണ് ഒറ്റയ്ക്കൊരാൾ. അത് നമ്മുടെ ബഹുമാനായ പി സുരേന്ദ്രൻ മാഷും ടി.ഡി. രാമകൃഷ്ണനും ഒക്കെയാണ് അത് പ്രകാശനം നിർവഹിച്ചത്. മറ്റൊരു പുസ്തകം നോക്കിയാൽ കാണാത്ത ആകാശം. അതും വളരെ ദാർശനികമാണ്. മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന ഒരു ഫ്യൂ സെക്കൻഡ്സ് അതിനെ എലാബറേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഇതുപോലെ നമ്മുടെ സച്ചിദാനന്ദ മാഷും കെ.പി. രാമനുണ്ണി അവരൊക്കെയാണ് അത് പ്രകാശനം നിർവഹിച്ചത്. മൂന്നാമത് എഴുതുന്ന വലിയൊരു നോവൽ, സത്യത്തിൽ അത് ആ നോവലായിരുന്നു തുടക്കം. അയനാന്തരങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അത് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ഭൂപടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങളും ശിഷ്യ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കഥയാണത്. അതിൽ കേരളം അഥവാ പശ്ചിമ ബംഗാളിലെ നക്സൽബാരി ഗ്രാമത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന കാർഷിക കലാപം ആ കാലഘട്ടത്തിൽ എപ്രകാരമാണ് കേരള മണ്ണിനെ സ്വാധീനിച്ചതെന്നും അതിൽ പങ്കെടുത്ത ഓരോ സമരനായകന്മാരുടെയും ജീവിതത്തെ സത്യസന്ധമായി, അതിനെ സാഹിത്യാത്മകമായിട്ടുള്ള ഭാവനയിലല്ല, സത്യസന്ധമായ ഒരു ജീവിതത്തിൽ എന്ത് പറഞ്ഞു, എന്തെല്ലാം അനുഭവിച്ചു, എന്തെല്ലാം ചെയ്തു. അതിലൊരുപാട് ഉന്മൂലനങ്ങളുണ്ട്, സ്ഫോടനങ്ങളുണ്ട്. അതുതന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മറ്റൊരു തലത്തിലേക്ക് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. അത് സർഗാത്മകമായിരുന്നു. സച്ചിദാനന്ദ മാഷൊക്കെ ആ സമയത്താണ് വരുന്നത്. അത് വലിയൊരു കഥയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരം അന്വേഷണങ്ങളുടെ ഫലമായിട്ടുള്ള ഒരു നോവലാണ്. ഇപ്പോൾ ഉടനെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു അവാർഡ് ലഭിക്കുന്നുണ്ട് മലയാള സാഹിത്യ അക്കാദമിയുടെ. അതെൻ്റെ കവിതാ സമാഹാരത്തിനായിരുന്നു. മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ എന്നാണ് അതിൻ്റെ പേര്. ആ പേര് തന്നെ സൂചിപ്പിക്കുന്ന പോലെ അതിതീക്ഷ്ണമായ ചൂടുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് മീനമാസം. മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയാറുണ്ട്. എൻ്റെ സുഹൃത്തിന് അന്തരിച്ച ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമയുണ്ട്. പക്ഷെ ഞാനതിനെ എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ കവിതാ സമാഹാരങ്ങൾക്ക് എന്ത് പേര് കൊടുക്കും? ഓരോ കവിതയും പരിശോധിച്ചു. അത് 3 ഖണ്ഡങ്ങളിലാണ് വരുന്നത്. ഒന്ന് പ്രണയപർവം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, പ്രതിഷേധകാന്ഡമുണ്ട്, അതുപോലെ തന്നെ ആർദ്രഗണ്ഡമുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ 3 തലങ്ങളാണതിൽ. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത് പ്രതിഷേധ ഖണ്ഡത്തിലാണ്. അവിടെ സമരങ്ങളും തീക്ഷ്ണമായ പോരാട്ടങ്ങളും. കാരണം മനുഷ്യൻ ജീവിച്ച അന്ന് മുതൽക്ക് പോരാട്ടങ്ങളുണ്ട് നമ്മുടെ കൂടെ. പോരാടിക്കൊണ്ടാണ് മനുഷ്യൻ വളരുന്നതും വളർന്ന് വികാസം പ്രാപിക്കുന്നതും ഒടുങ്ങുന്നതും അപ്രകാരമാണ്. അത് നമ്മുടെ കേരള അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഈ ഫാസിസ്റ്റ് ഭരണകൂട കാലഘട്ടം എന്നൊക്കെ നമുക്ക് കവികൾ പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യർ രാഷ്ട്രീയക്കാർ പറയുന്ന, മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, അവൻ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് ധരിക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ ഒരു ഭരണകൂടം തീരുമാനിക്കുന്ന ഒരു വ്യത്യസ്തമായ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എഴുത്തുകാർക്ക് എന്താണ് പറയാൻ സാധിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? ആ സമയത്ത് പ്രണയത്തെക്കുറിച്ചാണ് പറയേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മറ്റേതെങ്കിലും നൈമിഷികമായ വികാരങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്, അതായത് നിലനിൽപ്പിൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത് എന്നൊരു അന്വേഷണവും എന്നൊരു ചിന്തയുമാണ് എൻ്റെ രചനകൾ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അക്കാദമിയുടെ 3 തലങ്ങളിലുള്ള മത്സരങ്ങളിലും എനിക്ക് വിജയം ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ വളരെ അഭിമാനകരമായും അല്ലെങ്കിൽ വളരെ യാദൃശ്ചികമായും തോന്നുന്നത്. കാരണം ആദ്യം അവർ നടത്തിയ ഒരു മത്സരമായിരുന്നു റേഡിയോ നാടകങ്ങളുടെ മത്സരം. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ റേഡിയോ നാടകങ്ങൾ എഴുതാറുണ്ട്. എനിക്ക് തോന്നുന്നു 89 മുതൽ ആകാശവാണിയിൽ ഉള്ള ഒരാളാണ് ഞാൻ. ഓഡിഷൻ കഴിഞ്ഞ ഒരാളാണ്.
അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നാടകം എഴുതാൻ ആരംഭിച്ചു. സത്യത്തിൽ നാടകമല്ല അപ്പോൾ മനസ്സിലുള്ളത് സിനിമകളാണ്. പക്ഷേ സിനിമകൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കഥയും ആ ഒരു കോൺസെപ്റ്റും ഒക്കെ എന്തെങ്കിലും ഒരു നല്ല പ്രതലത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ടായി. അപ്രകാരമാണ് നാടകം എഴുതി ശീലിച്ചത്. ആ നാടകങ്ങളുടെ ഒരു സമാഹാര ഗ്രന്ഥമായിരുന്നു എൻ്റെ റേഡിയോ നാടകങ്ങൾ. അതിനാണ് എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് അവാർഡ്, ദേശീയ അവാർഡായിരുന്നു. മകനാണത് പോയി വാങ്ങിച്ചത്. ഞാൻ പ്രവാസത്തിലായതിൻ്റെ പേരിൽ എനിക്ക് പോകാൻ വരാനും അത് മേടിക്കാനും സാധിച്ചില്ല. അപ്പോൾ അതിൽ 6 നാടകങ്ങളുടെ 2 പുസ്തകങ്ങളാണ്, 3 നാടകങ്ങളുള്ള 2 പുസ്തകങ്ങളാണ്. അതിലൊരു പുസ്തകം ഇപ്പോൾ അക്കാഡമി ഇറക്കിയ, പക്ഷേ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഇവിടെ കിട്ടിയിട്ടില്ല. അതേ സമയത്ത് ഗൾഫിൽ എൻ്റെ അടുത്തുണ്ട്. അത് കാറ്റുണരാതെ എന്ന പേരുള്ള ഒരു പുസ്തകമാണ്. മറ്റൊന്ന് ഉടൻ തന്നെ അവരിറക്കാൻ പോകുന്ന ഒരു പുസ്തകമുണ്ട്, ഒരാൾ പോകും വഴി. ഇത് രണ്ടും ദാർശനികപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഒരുപക്ഷെ എഴുത്തിൽ നിന്നും ആ ഒരു കൺസെപ്റ്റ് ഇതുവരെ വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് എൻ്റെ സമീപനം. ഞാൻ വായിച്ച ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതിലൊന്നും അപ്രകാരം ഉള്ള ഒരു രീതി ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. പക്ഷെ ഇതിനേക്കാളൊക്കെ അഭിമാനകരമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് എൻ്റെ അയനാന്തരങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ നക്സൽ പോരാട്ടങ്ങളുടെ കഥ പറയുന്ന, അതിനാണ് മറ്റൊരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും ഇവിടെ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, ശില്പവും ഒക്കെ നൽകേണ്ടായി. അപ്രകാരം തുടർന്നു പോകുന്ന, അതായത് നമ്മുടെ ഇപ്പോൾ ജീവിതത്തിൽ മധ്യാഹ്നം കഴിഞ്ഞു പോയ ഒരാളാണ് ഞാൻ. അപരാഹ്നങ്ങളിൽ നിന്നുമൊക്കെ തുറന്ന് എന്താ പറയുക, അങ്ങനെ മുന്നോട്ട് പോയി സായന്തനത്തിലേക്കുള്ള യാത്രകളിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനും അപ്രകാരം തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ സാധിക്കും, എത്രത്തോളം പറയാൻ സാധിക്കുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ സാധ്യമാകുന്ന സമയത്ത് രേഖപ്പെടേണ്ടതുണ്ട്. നമ്മളിവിടെ ജീവിച്ചിരുന്നു. കേവലം ആധാർ കാർഡിലെ ഒരു പേര് മാത്രമായി ഇവിടുന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലുപരി മനുഷ്യന് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ശാരീരികമോ സാമ്പത്തികമോ മാനസികവുമായിട്ട് എഴുതാൻ സാധിക്കുക എന്ന് പറയുന്നത്, അത് കല്ലിൽ കുത്തിവെച്ച അക്ഷരങ്ങളെന്ന് പറയുന്നത് പോലെ പുസ്തകങ്ങളുള്ളിടത്തോളം കാലം ഇപ്പം നശിക്കുന്നില്ല. ഇപ്പം എല്ലാം ഡിജിറ്റലൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്തെങ്കിലും നാളെ ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് ആർക്കെങ്കിലും വായിക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്തിന് മുമ്പ് ഈ വിഷയം ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് തോന്നാൻ സാധിക്കുന്ന അർത്ഥത്തിലുള്ള സമൂഹത്തിന് ഉപകാരപ്രദമായിട്ട് മാത്രം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്രകാരം ഞാൻ എഴുതിയിട്ടുള്ളത്. ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയാം. അതിനൊക്കെ അവാർഡ് ലഭിച്ചു എന്നുള്ളത് അംഗീകരിച്ചു. അവാർഡ് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു സമിതി എനിക്ക് വിളിച്ചൊരു പൊന്നാട നൽകുന്നതോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതോ അല്ല. നമ്മൾ എഴുതിയ കാര്യം, ആ കഥാപാത്രങ്ങൾ അവർ സംസാരിച്ചത്, അപ്രകാരം സംസാരിച്ചു പോയിട്ട് അത് അവസാനിപ്പിക്കുന്നത്, അതിൽ നിന്ന് അതിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ടു ദ മാൻ കൈൻഡ്, ടു ദ പീപ്പിൾ, ടു ദ വേൾഡ്, ഫ്രം മീ, ഞാൻ അങ്ങനെ ചിന്തിക്കുക. എനിക്ക് അങ്ങനെ സാധിച്ചു. അതൊരു വലിയ വിജയമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം വരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം എന്ന് വെച്ചാൽ സമൂഹത്തിന് വേണ്ടി അപ്രകാരം എഴുതാൻ സാധിച്ചു. അതിനൊരു സമിതി അംഗീകരിക്കുകയും ആദരവ് നൽകുകയും ചെയ്യും, അതും ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായി തന്നെയാണ് കാണുന്നത്. മറ്റെന്തിനേക്കാൾ ഉപരി ഞാൻ ഒന്നും ഒരു കാലത്തും ആഗ്രഹിക്കാത്ത മനുഷ്യനാണ് ഞാൻ. പക്ഷേ സമൂഹവുമായി ബന്ധപ്പെട്ടൊരു ജീവിതം, അതിൽ പക്ഷേ അപ്രകാരം സമര പോരാട്ടങ്ങളിലൊക്കെ, ഇപ്പോൾ ബ്യൂട്ടി സമര കാലഘട്ടത്തിലാണെങ്കിലും കരിമണ്ണൽ ഖനന സമരകാലത്തിലാണെങ്കിലും തുടർന്ന് വ്യത്യസ്ത മേഖല കേരളത്തെ വളരെയധികം സ്വാധീനിച്ച സമരങ്ങളിലൊക്കെ, നിറ്റ ജലാറ്റിൻ കമ്പനിയുടെ സമരങ്ങൾ, ആദികുടം സമരം, അതുപോലെ തന്നെ മൂലമ്പള്ളിയിലും മുരിയാടും മുത്തങ്ങയും തുടങ്ങിയിട്ടുള്ള നമുക്ക് പങ്കെടുക്കാൻ സാധിക്കാൻ, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെങ്കിലും നമുക്ക് സാധിച്ചെങ്കിൽ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി എഴുത്തിലൂടെയും അവരോട് തീർച്ചയായും അതാണ്. അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് നമുക്ക് ശബ്ദമില്ലാത്തതിന് ശബ്ദമാകാൻ നമുക്ക് 2 മുദ്രാവാക്യം വിളിക്കാനെങ്കിലും എൻ്റെ ശരീരവും മനസ്സും കൂടെ ഉണ്ട്. നമ്മൾ ഗൾഫിലായപ്പോൾ നമുക്കത് രൂപത്തിൽ അതെ, നമ്മുടെ വാക്കുകളിലൂടെ. അപ്പം എനിക്ക് അന്ന് കഴിഞ്ഞത് അത് കടന്നുപോയി, അതാരും ഓർമ്മിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ കാലഘട്ടവും ആ ജനറേഷനും ആ ഒരു സാഹചര്യവും അവസാനിച്ച് ഒരു പക്ഷേ അതിൽ വിജയം വരിച്ചിരിക്കാം, അവർക്ക് നേടിയിരിക്കാം. പക്ഷെ ഇപ്പോൾ പ്രസൻറ്റ് നടക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല. കാരണം രാവിലെ 7 മണിക്ക് നമ്മൾ സീറ്റിലുണ്ടാവണം ജോലിക്ക്. ഞാനും വൈഫും ജോലിക്കാരാണ്. അത് കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. അതുവരെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. പക്ഷെ ആ സമയങ്ങൾക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലാണ് ഞാനിപ്പോൾ എഴുതുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് എവിടെ? ഇപ്പോൾ സമരങ്ങളിൽ പങ്കെടുത്ത് തുടക്കത്തിൽ ഏതൊരു പ്രായത്തിലായിരിക്കും നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയത്? സ്കൂൾ കാലഘട്ടത്തിൽ മുതലേ അങ്ങനെ ഒരു സ്കൂൾ കാലഘട്ടത്തിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ പറയുമ്പോൾ ഞാൻ സ്കൂളിൽ ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പനാട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് മെമ്മോറിയൽ സ്കൂളുണ്ട്, MSM സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്വല്പം ദൂരമേ ഉള്ളൂ. അത് നടന്നു പോകുമ്പോൾ അന്ന് ഇത്തരത്തിലുള്ള വഴികളൊന്നുമില്ല, വീടുകളുമില്ല.
പാടങ്ങളും റോഡുകളും അതുപോലെ തോടുകളും വരമ്പുകളും ഒക്കെ താണ്ടിയിട്ട് പോകണം. അക്കാലഘട്ടത്തിൽ പുള്ളുവന്മാരുണ്ട്. പുള്ളുവന്മാരെ കുറിച്ച് ഈ ജനറേഷൻ അറിയില്ല. പുള്ളുവക്കുടം വായിച്ചുകൊണ്ട് നാഗോരുപാടി നടത്തുന്ന ആളുകളുണ്ട്. അവർ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കും, ഞാൻ അവർക്കൊപ്പം പോകും. അതിലൊരു വ്യത്യസ്തത എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അപ്രകാരം ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, ഒരു ചെറിയ കൊച്ചു കുടുംബക്ഷേത്രമുണ്ട്. അവിടെ ഈ പാമ്പ് കളം വരച്ചുകൊണ്ട് മുടിയഴിച്ച് കന്യകമാർ അതിനെ മായ്ക്കുന്നതും മായ്ച്ച് കളയുന്നതൊക്കെയുള്ള അവരുടെ ആരാധന രീതികൾ ഞാനതൊക്കെ രാത്രി പോയി നോക്കി കാണാറുണ്ട്. അപ്രകാരം ഉള്ള അതിലുള്ള ആ ഒരു കലാംശത്തെ, ആ ദൈവികാംശത്തെ ഒക്കെ ഞാൻ സംശീലിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ചെറുപ്പകാലങ്ങളിൽ പ്രതിഷേധിക്കാൻ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. സ്കൂളിൽ സമരങ്ങൾ, ചെറിയ സ്കൂളാണ്, പക്ഷേ അവിടെ സമരങ്ങൾ നയിക്കുക, മൂത്രപ്പുരയില്ല, മൂത്രപ്പുരയിൽ വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് പറയും, റഷീദ് പറയട്ടെ എന്നുണ്ട്. കാരണം ഫിസിക്കലി കുറച്ചും കൂടി ഗ്രോത്തുള്ള ഒരാളായിരുന്നു ഞാൻ മറ്റു കുട്ടികളെ അപേക്ഷിച്ച്. അപ്പോൾ അതിൻ്റെ നേതൃനിരയിലേക്ക് നിൽക്കുക, അതേ സമയത്ത് തന്നെ എൻ്റെ ആ ഒരു നേതൃപാടവത്തിൻ്റെ ആ ഒരു കഴിവ് കണ്ടിട്ടായിരിക്കാം നമുക്കറിയുന്ന സുഹൃത്തുക്കളൊക്കെ രാഷ്ട്രീയ മേഖലയിൽപ്പെട്ടവരൊക്കെ എന്നെ അടുപ്പം കാണിക്കും, എന്നെ കൊണ്ടുവരികയും അതിലേക്ക് പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ പേരൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, സംഘടനകളുടെ. അപ്രകാരം ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് ചെറുപ്പം മുതലേ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് തോന്നി ആ രാഷ്ട്രീയം ഇതൊക്കെ കളവാണ്. ഇതിലൊന്നും എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന ആ ഒരു ശുദ്ധതയോ ആ ഒരു ആത്മാർത്ഥതയോ അതിലെ ഒരു അർപ്പണതയൊന്നും അതിൽ കാണാൻ സാധിച്ചില്ല. പിന്നീടൊന്നും ഒരുപാട് കാലഘട്ടം ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിരുന്നു, ഒരുവിധ രാഷ്ട്രീയത്തിലും ഇല്ലാതെ. ആ കാലഘട്ടത്തിലാണ് ഞാൻ സർഗാത്മക എഴുത്തിലേക്ക് വരുന്നത്. എഴുതിയിട്ടും ആ സമയത്തൊന്നും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ അപ്രകാരത്തിലൊരു ശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല. അത് ഞാൻ ആകാശവാണിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ്. അങ്ങനെ ഞാൻ തൃശ്ശൂർ ഹിറ്റ്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു നാടക സമിതിയുണ്ട്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടിക്കൊണ്ടൊരു നാടകം ഇറക്കുകയുണ്ടായി, കൈകേയിമാരുടെ അയോധ്യ എന്ന് പറഞ്ഞൊരു നാടകം. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കേരളത്തിൽ ധാരാളം സ്റ്റേജുകൾ കളിച്ചൊരു നാടകമാണ്. അത് വളരെ വ്യത്യസ്തമായ തൃശ്ശൂർ LCH ആയിരുന്നാലും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ആ ഹിറ്റ്സ് ഇൻ്റർനാഷണൽ അത് ഏറ്റെടുക്കുന്നത്. ഹിറ്റ്സ് ആ കാലഘട്ടത്തിൽ സിനിമ പോലെ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഒരു സംഘമായിരുന്നു. അവിടെ നിന്നാണ് കുറേയും കൂടിയും അവിടെ വന്നപ്പോൾ എനിക്ക് മിസ്റ്റർ ഡയറക്ടർ വിദ്യാരൻ മാഷ്, മരണപ്പെട്ട AK ലോഹിതദാസ് സിനിമ ഡയറക്ടറും തിരക്കഥാകൃത്തുമായിട്ടുള്ള, അതുപോലെ തന്നെ വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യകാരനായിരുന്ന MT വാസുദേവൻ നായർ, ഇവരൊക്കെ അവിടെ വരുമായിരുന്നു. അവരുമായിട്ട് സംസാരിക്കാനും പരിചയപ്പെടാനും. ഫിലിം ഡയറക്ടർ അമ്പിളി, ചിത്രകാരനുമായിട്ടുള്ള അമ്പിളിൻ്റെ വളരെ അടുത്ത സുഹൃത്താകുന്നത് അവിടെ നിന്നാണ്. തുടങ്ങിയ ഒരുപാട് ആളുകൾ, K അരുണ മാഷ്, നമ്മുടെ ഇരിങ്ങാലക്കുട MLA ആയിരുന്ന മാഷൊക്കെ വളരെ സ്നേഹം ബഹുമാനമുള്ള ആളുകളാണ് ഇപ്പോൾ കാണുമ്പോൾ. അപ്പം അങ്ങനത്തെ എൻ്റെ പ്രായം വിട്ട് മറ്റൊരു പ്രായത്തിലേക്കുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദം. ഇപ്പോൾ ഒരുപാട് സംസ്ഥാന അവാർഡുകൾ മേടിച്ചിട്ടുള്ള നാടക സംവിധായകനായിരുന്നു കഴിമ്പറ ചേട്ടൻ, അദ്ദേഹം മരണപ്പെട്ടു. TK മധുചേട്ടൻ. അങ്ങനെ അവരുമായിട്ടുള്ള ആ ഒരു സൗഹൃദവും ബന്ധങ്ങളുമൊക്കെയാണ് ഒരു പക്ഷേ എന്നിലെ കലാകാരനെ, എന്നിലെ എഴുത്തുകാരനെ, എന്നിലെ സർഗ്ഗഭാവങ്ങളെയൊക്കെ അവരാണ് ശരിക്കും കണ്ടെത്തിയത് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട്. കാരണം നമുക്കറിയാം നമുക്ക് എന്തുകൊണ്ടെന്ന്, പക്ഷെ അതിനെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് ഇവരിലൂടെയാണ്. അപ്പോൾ അവിടെ പ്രോത്സാഹനം. അന്ന് അവിടെ ഹിറ്റ്സിൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു, കാട്ടാറിൻ്റെ സംഗീതം. അപ്പോൾ പാട്ടുകൾ എഴുതണം, ആരെക്കൊണ്ട് എഴുതിക്കാമെന്നുള്ളതാണ്. അപ്പോൾ മധുചേട്ടൻ പറഞ്ഞു, റഷീദ് എഴുതുമല്ലോ, റഷീദ് എഴുതിക്കൂടെ എന്ന് ചോദിച്ചോളൂ. ഞാൻ ചേട്ടപ്പോൾ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പാട്ട് എഴുത്ത അവിടെ നിന്ന്. അത് രസം. ഫസ്റ്റ് പാട്ട് എഴുതുന്ന അവിടെയാണ്. കാക്കക്കറുമ്പി കാട്ടുപെണ്ണെ നിൻ കാതിൽ കാട്ടാറി നെന്തു ചൊല്ലി, ഓളത്തിൻ നീളത്തിൽ പാടുന്ന കാറ്റും പെണ്ണേ നിൻ കാതിൽ വന്നി നെന്തു ചൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അത് നല്ല വരികളായിരുന്നു അന്ന്. മലദൈവം വാഴുന്ന കാവിൽ വന്ന ആ ദൈവം താലി തരുമെന്ന് ചൊല്ലി, ഏന് ചേല തരുമെന്ന് ചൊല്ലി, മിന്നുകെട്ടും കഴിഞ്ഞ് അക്കരെ പോകുമ്പോൾ എന്നെ മറക്കല്ലേ കാട്ടുപെണ്ണെ എന്ന് പറഞ്ഞിട്ട് 2 ആദിവാസി സ്ത്രീകളുടെ ഒരു കോമ്പിനേഷനുള്ള പാട്ടാണ്. അത് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്നത് വിദ്യാരൻ മാഷാണ്, ഇന്നത്തെ പ്രസിദ്ധനായ മ്യൂസിക് ഡയറക്ടർ. വിദ്യാരൻ മാഷ് അന്നും പ്രസിദ്ധനാണ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പാന്തകാലത്തോളവും തുടങ്ങിയുള്ള പാട്ടുകളൊക്കെ നമുക്ക് എക്കാലത്തും ഓർക്കാൻ സാധിക്കുന്നതാണ്. മാഷ് ഇപ്പോഴും വളരെ അടുപ്പമുള്ള ആ സ്നേഹബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷെ കാണാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. അമ്പിളിച്ചേട്ടനാണെങ്കിലും ശരി, ഇപ്പം എൻ്റെ ഈ ഒറ്റക്കൊരാളിന് മുഖചിത്രം വരച്ച അമ്പിളിച്ചേട്ടനാണ്. നോക്കിയാൽ കാണാത്ത ആകാശത്തിനും അദ്ദേഹം തന്നെയാണ് ചെയ്തത്. പക്ഷെ പാതിയിലത് നിന്ന് പോയി, പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തതെന്ന് മാത്രം, ചില സാങ്കേതിക കാരണങ്ങൾ. ആ ഒരു സൗഹൃദ വലയങ്ങളിൽ നിന്നാണ് എന്നിലെ യഥാർത്ഥമായ കലാകാരനും സാഹിത്യകാരനും ഒക്കെ രൂപപ്പെടുന്നത്. അപ്രകാരം സിനിമ കാലഘട്ടം, സിനിമയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. പക്ഷേ എത്ര സിനിമ ചെയ്തു എന്ന് വെച്ചാൽ വളരെ തുച്ഛമാണ് സിനിമ ചെയ്തത്. സിനിമയുടെ പുറകിലായിരുന്നു ഞാൻ. വിപിൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് സർവകലാശാല ക്യാമറ ഫോട്ടോഗ്രാഫറായിട്ട് തുടങ്ങി. മറ്റൊട്ടനവധി സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു. തമിഴ് സിനിമകളിലായിട്ടും നിവാസിനെ പോലുള്ള ആളുകളുടെ ക്യാമറ അസിസ്റ്റൻ്റായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിനിമ എടുത്തുകൊണ്ട് സിനിമ പഠിക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഇത്തിരി ഒരു വാശിയൊക്കെയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ഇനിയിപ്പോൾ അവൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ച് പോകണ്ട,
ഒരിക്കലൊക്കെ സൗഹൃദം ഉപയോഗിച്ച് 1-2 തവണ പറഞ്ഞ് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ വിടും. അപ്രകാരം തന്നെ സിനിമയെ ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് അങ്ങനെ വേറെ പുറകിൽ നടക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസമാണ്. ഒരിക്കലും ഉപേക്ഷിച്ച സിനിമ ഇനിയും വരാനുള്ള സാധ്യത ഇല്ലായികയില്ല. കാരണം ഇനി വരുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഐ മീൻ സാമ്പത്തികപരമായിട്ട് അതിന് ഗ്യാരണ്ടി ഇല്ല. അന്നത്തെ സിനിമ എന്ന് ഞാനൊക്കെ സിനിമയിൽ പോണ കാലത്ത് 15 ലക്ഷം കൊണ്ട് സിനിമയാവും മാക്സിമം, വലിയ മമ്മൂട്ടി പടം. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്ന സിനിമ എൻ്റെ രചനകൾ തന്നെയാണ്. ആ സിനിമ എന്ത് നൽകി, സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് ആളുകൾക്ക് ഒരല്പസമയം എൻ്റർടൈൻമെൻറ്റ് നൽകി എന്നതിൽ അത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷേ 10 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ, 10 പേരുടെ വിശപ്പ് മാറിയാൽ അതെക്കാലത്തും രേഖപ്പെടും. 10 പേർക്ക് അരമണിക്കൂർ 1 മണിക്കൂറുള്ള സിനിമ കാണിച്ചവരെ സന്തോഷിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിച്ചതുകൊണ്ട് നമുക്കോ സമൂഹത്തിനോ പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്രകാരമാണ് രചനകളൊക്കെ. എൻ്റെ നോവലായാലും നാടകങ്ങളായാലും സിനിമ പ്ലാൻ ചെയ്യുന്നതും അപ്രകാരം തന്നെയാണ്. പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയില്ല, പക്ഷേ എൻ്റെ മനസ്സിലുണ്ട്. എഴുതിയ പുസ്തകത്തിന് അടുപ്പിച്ച് അങ്ങനെ 3 അവാർഡ് കിട്ടിയത് ഒരു അത്ഭുതവും ഒക്കെ തോന്നി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് അമ്മയ്ക്കും മോനും ഒരുമിച്ച് നാഷണൽ അവാർഡ് കിട്ടി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ എഴുത്തിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് ഇനി കരുത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും അതേ ഞാൻ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ അന്ന് എന്നെ ഉൾക്കൊള്ള ഒരു പക്ഷേ മക്കൾ വളർന്നിട്ടില്ല. എൻ്റെ എഴുത്തിൻ്റെ സർഗാത്മകതയുടെ കലയൊന്നും ഭാര്യയും ഒരു പക്ഷേ അത്തരത്തിലൊന്നും ചിന്തിക്കുന്ന ആളല്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് സമരത്തിന് പോകണം, ഞാൻ പോകണം, എൻ്റെ വിഷയത്തിന് പോകണമെന്ന് പറയുമ്പോൾ ആന്ന് പറയുന്നല്ലാതെ അതിൻ്റെ വരും വരായികളെ കുറിച്ച് അറിയില്ല. അറസ്റ്റ് വരിക്കേണ്ടി വന്നിട്ടുണ്ട്, ലാത്തടി കൊണ്ടിട്ടുണ്ട്, പോലീസും പട്ടാളങ്ങൾക്ക് മുമ്പിൽ നിന്ന് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. രാവും പകലും ഒരുപക്ഷെ വീട്ടിൽ വരുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാവില്ല. അന്ന് അവർക്കറിയില്ല. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു താല്പര്യം യാദൃശ്ചികമായിട്ടാണ് എൻ്റെ കുടുംബത്തിലേക്ക് ഈ കരുത്തിൻ്റെ സ്വർണ്ണ മെഡലുകൾ കടന്നു വരുന്നത്. അത് എൻ്റെ വൈഫിന് മാത്രമല്ല മക്കൾക്കും. ആ അർത്ഥത്തിലേക്ക് വരുമ്പോഴാണ് അവരും മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മളൊക്കെ ഒരു പൊതു സ്വത്താണ്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് മുതൽ. നമ്മൾ നമ്മുടെ വീട്ടിൽ ഭാര്യ ഭർത്താവ് മക്കൾ എന്നതിലുപരി നമ്മൾ സമൂഹത്തിൻ്റെ കൂടെ പാർട്ട് ഓഫ് സൊസൈറ്റി എന്ന അർത്ഥത്തിൽ അവരും ചിന്തിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും എല്ലാ സപ്പോർട്ടും. ഇപ്പോൾ മകനാണ് ഈ വിഷയത്തിൽ ആദ്യം വരുന്നത്. അവന് കൂട്ടുപോവുകയാണ് വൈഫ്. അവന് ആംബ്രസ്റ്റിങ്ങിൻ്റെ പ്രാക്ടീസിന് വേണ്ടി ഞാനില്ല, കൊണ്ടാക്കാനും കൊണ്ടുവരാനും. അപ്പം അതിനു മുമ്പ് വളരെ ചെറുപ്പത്തിൽ തന്നെ താല്പര്യം എൻ്റെ അടുത്ത് മകൻ അതിനാൻ പ്രകടിപ്പിക്കേണ്ടായി. അങ്ങനെ തൃശ്ശൂർ പോയി ഇത് കാണിച്ചു കൊടുത്തു. എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അന്ന് അവൻ ചെറിയ മോനാ, അവൻ്റെ കയ്യൊന്നും അത്ര ബലം വന്നിട്ടില്ല. കാണിച്ചു കൊടുത്ത് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ടി വിയിലോ കണ്ടിട്ടായിരിക്കും അവർ പക്ഷേ ആ ഒരു താല്പര്യം വന്നത്. പിന്നീട് ആ മകൻ തന്നെ നാഷണൽ ലെവലിൽ പോയി ആ വീഡിയോ ഞാൻ കാണുമ്പോൾ അത് വലിയൊരു സന്തോഷമല്ലേ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ വൈഫ് എൻ്റെ ഒരു ഭാര്യയായിട്ട് കുടുംബിനിയായിട്ട് മാത്രം കഴിയേണ്ട ഒരാൾ ഇന്ത്യയെ പ്രതിദാനം ചെയ്തുകൊണ്ട് ലോകത്തിന് മുമ്പിലേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. 3 പ്രാവശ്യം വേൾഡ് സെലക്ഷനായി. പറഞ്ഞേക്കാൻ പറ്റിയില്ല. കാരണം അന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇതിനെന്താ സംഭവിച്ചാൽ ആ കാലത്തിലൊന്നും ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ല, സർക്കാരിൻ്റെ അംഗീകാരം വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിലെ ഫണ്ട് മുറക്കി തന്നെ നമ്മൾ പോകണം. ഇപ്പോഴും ആയിട്ടില്ല അല്ലേ, പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു 2-3 ലക്ഷം 5 ലക്ഷം കൊണ്ട് നമ്മുടെ ഒരാളുടെ അടുത്ത് പോവുക, വൈഫിന് ഇങ്ങനെ ആവശ്യം എന്ന് പറയാനൊക്കെ നമ്മളെ സമയത്ത് നമ്മുടെ അഭിമാനബോധം നമ്മളെ സാധിച്ചില്ല. അതുകൊണ്ട് അവർക്ക് പോകാൻ സാധിച്ചില്ല. മറ്റു രാജ്യങ്ങളിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അപ്രകാരം ഞാൻ തന്നെ ഒരുപാട് നേരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറ്റാം. അപ്പോൾ എൻ്റെ എഴുത്തിൻ്റെ വിശേഷം അതാണ്. പക്ഷെ എന്നെക്കാളും ഉപരി എനിക്ക് അഭിമാനം എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ വൈഫിനെ കുറിച്ച് തീർച്ചയായിട്ടും ഐ എം പ്രൗഡ് ഓഫ് ദം ഓൾവേസ്. അത് എനിക്ക് തോന്നുന്നു അത്തരം ആളുകളും കുടുംബമൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ. അത് ഞാൻ വെറുതെ ഒരു പിതാവല്ല, ഞാനും ഒരു എഴുത്തുകാരനായിട്ടുള്ള അംഗീകാരം മേടിച്ചൊരു മനുഷ്യൻ. അതേസമയത്ത് എൻ്റെ ഭാര്യയും മക്കളും മറ്റൊരു തലത്തിൽ രാജ്യം അറിയപ്പെടുന്ന, രാജ്യം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഒരർത്ഥം. ഇവർക്ക് എന്നെ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക മെഡൽ ഒരു 100 ചില്ലാൻ മെഡലുകൾ ഇനി കഴുത്തിലിടുന്നത് അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ മൊമെൻറ്റോ സർട്ടിഫിക്കറ്റ്സ് അതിനുള്ളിൽ എൻ്റെ ഇത് കാണില്ല. പക്ഷെ എൻ്റെ കാണുന്ന ആഗ്രഹമില്ല. ഞാൻ എപ്പോഴും നോക്കുന്ന അവരതാണ്. കാരണം അവർ എന്നിലൂടെ ആർത്ഥത്തിലേക്ക് വികാസം പ്രാപിച്ചു എന്നല്ല. ഇപ്പോൾ മകൻ എനിക്ക് ആ കൂടെ ഭയം ഉണ്ടായിരുന്നത് അവൻ്റെ പഠിപ്പിനെ ബാധിക്കുമെന്നാണ്. 2 പേരും ഇപ്പോൾ ബിആർക്ക് അവൻ ആർക്കിടെക്ചറാണ്, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതും എനിക്ക് ഐ എം പ്രൗഡ് ഓഫ് ഹിം ഓൾവേസ്. കാരണം വെച്ചാൽ എൻ്റെ മകൻ അത് അവൻ്റെ പഠനത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ മുന്നോട്ട് പോയി. അതേ സമയത്ത് തന്നെ അവൻ പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും അവന് വിജയം കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ മകൻ അവന് പെരുമ്പല വൻസാറിലാണ് പഠിക്കുന്നത്. അവനും ഇതേപോലത്തെ നാഷണൽ സ്റ്റേറ്റ് ലെവൽ അവാർഡുകൾ വാങ്ങിച്ചു. അവിടെ മെഡലുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അർത്ഥത്തിൽ ഇപ്പം മോളും അറിയുന്നത് ഞാനും ഉണ്ട്, അവൾക്കും അതിന് താല്പര്യമാണ്. അപ്പോൾ എന്താവട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് ഞാൻ നിർത്തുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടെത്തിക്കൊണ്ട് ഇവിടെ വരികയും നമ്മൾ അന്വേഷിച്ച് വരികയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാമല്ലോ. ഇതൊക്കെ തീർച്ചയായിട്ടും സമൂഹത്തിൽ അങ്ങനെ വ്യത്യസ്തരായ ആളുകളുണ്ടാകുമ്പോൾ അവർ തേടി ചെല്ലുക, അവരോട് സംസാരിക്കുക, സംവദിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഉപരി നിങ്ങളോട്
നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തോട്, നിങ്ങളുടെ മീഡിയയോട് എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നമുക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട്. അപ്പൊ എനിക്ക് തോന്നി റെസ്ലിംഗ് വിശേഷങ്ങൾ കേൾക്കാം അല്ലെ. അദ്നാനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വീട്ടില് റെസ്ലിംഗ് എന്നുള്ള ഒരു പരിപാടിയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്നാനാണെന്നാണ് ഉപ്പ പറഞ്ഞത്. അപ്പൊ അദ്നാൻ എങ്ങനെയാണ് ആ ഒരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് എന്നുള്ളൊരു ഐഡിയ വന്നതൊക്കെ എങ്ങനെയാ? അപ്പോൾ ഇങ്ങനെ ഒരു സ്പോർട്സ് ഉണ്ട് എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരെ പോലെ തന്നെ ഇത്തരം ആം റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് അധികം അങ്ങനെ അറിയില്ലായിരുന്നു ആളുകൾക്ക്. ഓൾമോസ്റ്റ് ഒരു 5 years ആയിട്ടുള്ള കൂടുതൽ നമ്മൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരുപാട് അറിയപ്പെട്ടു തുടങ്ങിയത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ റൈസാണ് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, റീൽസൊക്കെ വന്നതോട് കൂടിയിട്ട് ഒരുപാട് മുന്നിലായി ഈ ഒരു സ്പോർട്സ്. അപ്പോൾ നമ്മളന്നും കേൾക്കുന്നുണ്ട് എന്ത് ഒരു 5 കൊല്ലത്തിനുള്ളിലൊക്കെ ഇത് വല്ലാണ്ട് അറിയുന്ന ആൾക്കാർ. ഇപ്പോൾ സത്യമാണ്, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരുപാട് ആം റെസ്ലേഴ്സായി. നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്നത് അത് തന്നെയാണ്. കാരണം 1-2 ആൾക്കാർ മാത്രം അറിയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇതെല്ലായിടത്തും ആയി. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്പോർട്സിൽ ഒന്ന് തന്നെയാണ് ആം റെസ്ലിംഗ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ആം റെസ്ലിംഗ് ഇഷ്ടമായിരുന്നു. നമ്മളൊപ്പം പഠിക്കുന്ന ആൾക്കാരായിട്ട് വഞ്ചി പിടിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അവസരം, ഒരു PT പീരീഡ് പോലെ ഒരു പീരീഡ് ഉണ്ട് നമുക്ക് CBSE സ്കൂളിൽ ഒരു ആക്ടിവിറ്റി പീരീഡ് ഉണ്ട്. അങ്ങനെ ഒരു ആക്ടിവിറ്റി പീരീഡിന് എൻ്റെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ചേർന്നിട്ടുണ്ടായിരുന്നു. അവർ പഠിപ്പിക്കാൻ വന്ന മാഷിനായിട്ട് വഞ്ചി പിടിച്ചപ്പോഴാണ് അവരെന്നെ ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തണത്. അപ്പൊ അന്ന് ഞാൻ ചെറിയ പ്രായമാണ്, ഏകദേശം അന്ന് പിടിക്കുന്ന എല്ലാവരും ഞാൻ തോപ്പിക്കും. അങ്ങനെ ആരും എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ എന്നെ ആരും തോപ്പിച്ചിട്ടില്ല അതുവരെ. അത് അഹങ്കാരം കൊണ്ടൊന്നും വേണതല്ല, ആരും തോപ്പിച്ചിട്ടില്ല. അപ്പൊ എന്നെ വെച്ചുള്ള ഞാൻ എന്താ എല്ലാവരും പറഞ്ഞ ഒരു സാധാരണ ഒരാളെന്ന് പറഞ്ഞോളൂ. നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ ഒരു സാധാരണ ഒരാളാണ് ഡാ എന്നുള്ള പോലെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ തോപ്പിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോയത്. അന്ന് എനിക്ക് 14 വയസ്സുള്ളൂ. അങ്ങനെ ആളായിട്ട് വഞ്ചി പിടിക്കാൻ പോയപ്പോഴാണ് അറിയണത് നമ്മളെക്കാൾ ഒരുപാട് വലിയ ആൾക്കാരുണ്ടെന്ന് പറയണത്. അതായത് എന്റെ പ്രായത്തിലുള്ള ആൾക്കാരെ കാട്ടി എന്റെ 2, 3, 4 വയസ്സുള്ള ആൾക്കാരെ പോലും ഞാൻ സുഖമായി തോപ്പിക്കലുണ്ട്. അപ്പൊ എന്റെ സ്കൂളിൽ 14 വയസ്സുള്ളപ്പോ തന്നെ അന്ന് +2 വരെയായിട്ട് ഷോർട്ട് പുട്ട് മത്സരത്തിനായാലും 3rd അങ്ങനെയൊക്കെ വരലുണ്ട്. അപ്പൊ ഒരു എക്സെപ്ഷനായി നിൽക്കണ്ടായിരുന്നു. സ്റ്റിൽ അന്നാണ് മനസ്സിലാക്കിയത് ഒരുപാട് വലിയ വഞ്ചോസിക്കാരുണ്ട്. ഇത് ശരിക്കും ഒരു പ്രൊഫഷണലായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. നമ്മളെക്കാൾ ഹൈറ്റും വെയിറ്റും കുറഞ്ഞ ആൾക്കാർ പോലും നമ്മളെക്കാൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ അന്ന് മുതൽ ഈ ഒരു സർട്ടൻ ഫീൽഡിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടി. പിന്നെ അവിടെ നിന്നാണ് ഈ ഒരു ആം റെസ്ലിംഗ് എന്ന് പറയുന്ന സംഭവത്തിന് ഇത്തരം തരങ്ങളുണ്ട്, ഇത്ര സ്റ്റേജസ് ഉണ്ട്, ഇത്ര എവല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം ക്രിയേറ്റ് ആയി വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ആദ്യമായിട്ട് ജില്ലാ മത്സരത്തിന് പോയി. അന്ന് ജില്ലാ മത്സരത്തിന് പോകാന്ന് പറയുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞല്ലോ, ഇന്നത്തെ അത്ര കോമ്പറ്റീഷൻ ഇല്ല അന്ന് വന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പോൾ നമ്മളൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ആം റെസ്ലിംഗ് മേഖലയെ വളർത്തിയെടുത്തതിന് ശേഷം നമ്മളായി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നൊരു ഫീൽഡാണിത്. കാരണം ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട് വന്ന് എടുത്തൊരു ഫീൽഡാണിത്. അപ്പോൾ നമുക്കൊക്കെ വന്ന ടൈം ആയപ്പോഴത്തേക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയി അത് ഒരു മേഖല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുള്ള മത്സരങ്ങളായാലും ഒന്നും പണ്ട് ഒരുപാട് മുന്നേറ്റം ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് അതായി തുടങ്ങി. ഞങ്ങൾ അതെ ഒരു കറക്റ്റായിട്ട് ഒരു എന്താ പറയുക, നമ്മളൊരു പങ്ക്ച്വലായിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് തന്നെ മൂവ് ചെയ്യണ ഒരു സ്പോർട്സായി മാറിയത് കറക്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് നാഷണൽ മത്സരത്തിന് ഭയങ്കര ഹൈ ഫെസിലിറ്റി ആയിട്ടുള്ള അക്കോമഡേഷൻ, ഫുഡ്, അതുപോലെ ഇവൻറ്റ്സ്, നമ്മളെ ഓഡിറ്റോറിയം മൊത്തം ഏറ്റവും ടോപ്പ്. അന്ന് ഞങ്ങൾക്ക് നിൽക്കാൻ തന്നിരുന്ന അക്കോമഡേഷൻ പോലും ഒരുപാട് ക്രിക്കറ്റ് സ്റ്റാർസിന് കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ്. അത്രയും വളർന്ന് അതിനുശേഷം ആം റെസ്ലിംഗ് ഓരോ കൊല്ലം കൂടുന്തോറും ഒരുപാട് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെ. എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാഷണൽ മെഡലും കാര്യങ്ങളല്ല എനിക്ക് ഏറ്റവും കൂടുതൽ വലുതായിട്ടുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടുള്ളൊരു ബോണ്ടിങ്, പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർക്ക് സെറ്റ് ഓഫ് എക്സാമ്പിൾ ആവാൻ പറ്റിയ ആ ഒരു കാര്യത്തിൽ. അപ്പോൾ മെഡലും ഈ പറഞ്ഞ പോലെ മൊമെൻറ്റം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് അത് സ്വന്തം നാടിനോടുള്ള കടപ്പാട് തന്നെയാണെന്ന് പറയണം. കാരണം അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ. ഓരോ ആൾക്കാരായാലും പാർട്ടി പോകുമ്പോഴായാലും പാർട്ടിയിൽ നിന്ന് വരുമ്പോഴായാലും. ഇന്നും കൂടി ഒരു ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കാറിൽ ഇരിക്കണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മയാണ് പോയത് കടയിലേക്ക് പോയപ്പോൾ കടയിലെ ആള് ചോദിക്കണ്ടായിരുന്നു, ഉമ്മയോട് ചോദിക്കണ്ടായിരുന്നു, ഒരു കൊല്ലം 2 കൊല്ലം മുന്നേ മാസികയിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേന്ന്.
അപ്പൊ ഉമ്മ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒന്നര ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴും ആൾക്കാർ ഒരുപാട് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഒരുപാട് രീതിക്ക് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത്തരം വലിയൊരു സപ്പോർട്ട് ഇടുന്ന ഒരു നാട് നമ്മുടെ നാട് വല്ലാണ്ട് ആ ഒരു കാര്യത്തില് മുന്നിൽ തന്നെ ഉണ്ട്. പാവർട്ടിക്കാർക്ക് ശരിക്കും അഭിമാനമാണല്ലോ. പാവർട്ടി, വെന്മനാട്, ഇവിടെയുള്ള എല്ലാവരും അതെ നമ്മളെല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാനും ഉമ്മ ഉപ്പ എന്നുള്ള നിലക്ക് തപ്പ് വന്ന് കുറച്ചും കൂടി ചേർത്താണ്. ഇപ്പോൾ ഞങ്ങൾ ഈ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫീൽഡിലുള്ളത് അനിയനാണ്. കാരണം ഞാൻ കോളേജിൽ എനിക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് വന്ന് ഉമ്മ ജോലിക്ക് പോയി. ഇപ്പോൾ ഉപ്പാടെ തിരക്കാണ്. ഞങ്ങൾ വളരെ കുറച്ച് ഇപ്പോൾ ഒരു 1 year ആയിട്ടുള്ള ബ്രേക്കിൽ തന്നെയാണ്. ഇപ്പോൾ ഇവനാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു 2 കൊല്ലം മുന്നേ പാവർട്ടിയിൽ ഒരു ഓൾ ഇന്ത്യ ടൂർണമെന്റ് നടത്തി. അതായിരിക്കണം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. കാരണം അത് 50 ആൾക്കാരുടെ മേലുണ്ടായിരുന്നു. വലിയ ടൂർണമെന്റ്. അതിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പാവർട്ടിക്കാർ തന്നെയാണ് ഇതിനും ഫുൾ രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉപ്പാടേതായ ബന്ധങ്ങളും കാര്യങ്ങളും ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഓൾ ഇന്ത്യ, അതായത് ബാംഗ്ലൂരിൽ നിന്നും ഹരിയാനയിൽ നിന്നും വരെ ഈവൻ നമ്മളൊരു വേൾഡ് ക്ലാസ് പ്ലെയർ ഉണ്ട്. ആള് പോലും നമുക്ക് വന്നിട്ട് ഇനാഗ്രേഷൻ ചടങ്ങിൽ പങ്കെടുത്ത്, അതുപോലെ മന്ത്രിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വലിയൊരു പ്രോഗ്രാം ആയിരുന്നു അത്. വലിയൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ പഞ്ചഗുസ്തിക്ക് വേണ്ടിയുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മളത് ചെയ്തത്. നമ്മൾ സ്വന്തം നാട്ടിൽ തന്നെ അത്രയും വലിയൊരു പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് ആൾക്കാർക്ക് വീണ്ടും അറിയിക്കാൻ പറ്റി നമുക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. മെഡലും കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് അച്ചീവ് ചെയ്യാം. സാധാരണ ഒരാളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിയും കൂടുതലാണെന്നാണ് ഞാനിത് വിശ്വസിക്കുന്നത്. ഐ മീൻ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റിയത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഈ റെസ്ലിംഗ് സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പം മുതലേ സ്പോർട്സ് ഏരിയയിൽ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ റെസ്ലിംഗിലേക്ക് വന്നു. പിന്നെ ആ ഒരു മേഖലയിൽ നമ്മളിങ്ങനെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, അവാർഡ്സ് കിട്ടുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും എഴുത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ? തീരില്ല. എഴുതാനുള്ള കഴിവുണ്ടോന്ന് പോലും എനിക്ക് അറിയ പോലും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുതുന്നു. ഉപ്പ ചെറുപ്പം മുതലേ നമ്മളെ ഉപ്പയുടെ ബുക്കുകളെ കാണുന്നു, കാണുന്നു. അപ്പോഴൊന്നും നമ്മളിങ്ങനെ വായിക്കാനോ ആ ബുക്സ് വായിക്കാനോ അല്ലെങ്കിൽ എഴുതി നോക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല? തീരെ ഇല്ല. ഞാൻ എഴുതാനേക്കാളും കൂടുതൽ എനിക്ക് അറിവ് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ ദിവസവും പറ്റുന്ന സമയം മൊത്തം ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി മാത്രം നോക്കാറുള്ളൂ. വേറെ ഒന്നിക്കും ഞാൻ പോകാറില്ല. ഇപ്പോൾ കുറച്ചായി പൊതുവെ എൻ്റെ പ്രായത്തിൽ എല്ലാവരും കാണുന്ന പോലെ സീരീസും കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. അതുപോലെ ഇപ്പോൾ കുറച്ച് അധികമായിട്ട് നിർത്തി വെച്ച് വെറും ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ജനറൽ നോളജ് കാര്യങ്ങൾ മാത്രം പടം വരക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് BArch ആർക്കിടെക്ചർ എന്നുള്ള രീതിക്ക് പോകാൻ കൂടി താല്പര്യം വന്നത്. സോ എനിക്ക് ജനറൽ നോളജ് കാര്യങ്ങൾ എത്രമാത്രം കിട്ടുന്നു അത്രമാത്രം ഇഷ്ടമാണ് എനിക്ക്. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എഴുതാനുള്ള കഴിവോ അതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ ഇത്രയും വായിക്കുന്ന ആൾക്ക് എഴുതാനും കൂടെ അത് ആ ഒരു ഏരിയയിലേക്ക് ട്രൈ ചെയ്ത് നോക്കാത്തോണ്ടായിരിക്കും ചിലപ്പോ അല്ലേ? നോക്കിയിട്ടില്ല. എന്താ തോന്നുന്നത്? ഉണ്ടായിരിക്കല്ലോ എഴുതാനുള്ള. പൊതുവെ ജനറേഷൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പുതിയ കാലത്തെ മക്കളൊന്നും അങ്ങനെ എഴുത്തിലേക്ക് വരുന്നില്ല. വായനയും കുറവാണ്. പുസ്തകങ്ങൾ വായന കുറവാണ്. അവൻ്റെ വായന എന്ന് പറഞ്ഞ പുസ്തകങ്ങളിലൂടെ അല്ല, പുതിയ ഡിജിറ്റൽ വായനയാണ് കുട്ടികൾ നിർവഹിക്കുന്നത്. പിന്നെ സമൂഹത്തോടുള്ള ആ ഒരു വളരെ മാനസികമായിട്ടുള്ളൊരു അടുപ്പമുണ്ടല്ലോ, അതിലൂടെയാണ് നമുക്ക് ആദ്യം പ്രതിഷേധമാണ് മനസ്സിൽ രൂപപ്പെടുക, എതിർപ്പാണ്, അല്ലെങ്കിൽ തിരുത്തണം എന്നുള്ള ബോധമാണ്. അങ്ങനെ ചിന്തിക്കാൻ ഒരു ചിന്ത നൽകുന്ന ഒരു സാഹചര്യം ഇന്നില്ല, കുട്ടികൾക്കില്ല. അവരെ സമയത്തോളം ഒരു പഠിക്കുക, പഠനം കഴിഞ്ഞ ജോലി, നേരെ പോകുന്നു. നമ്മളങ്ങനെ ആയിരുന്നില്ല. അതെ അതെ അതെ. അതുകൊണ്ട് ഞാൻ അതേസമയത്ത് താഴെ മോന് ആദ്യം കുറച്ചൊക്കെ എഴുതിയിരുന്നു. ഇപ്പോഴും അവന് എഴുതാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ എഴുത്തൊക്കെ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്ന കുറച്ചും കൂടി ഇവരിൽ നിന്നാണ്, അറിയില്ല. ഇനിയിപ്പോൾ അവന് LLBക്ക് പോകണം എന്നുള്ളതാണ് ആഗ്രഹം, മജിസ്ട്രേറ്റ് ആവണം, അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ആഗ്രഹം വേണ്ടുള്ളത്. അപ്പോൾ അവർക്ക് അതിനുള്ളിൽ എത്രമാത്രം എഴുതാൻ സമയം കണ്ടെത്താൻ എനിക്കറിയില്ല. അപ്പോൾ അദ്നാൻ, നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ എങ്ങനെയുണ്ട്? നമ്മൾ കുറച്ച് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ വർക്ക് ചെയ്യാണ് അല്ലേ? അല്ല, ഞാനിപ്പോൾ കോളേജ് പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി ഒരു ഓൾമോസ്റ്റ് ഒരു മന്ത് ആവണുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഒരു കുറച്ചധികം കാലം നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നീട് ഇനിയുള്ള കാലം സജീവമായിട്ട് പ്രവർത്തിക്കാൻ തന്നെയാണ് താല്പര്യം. ആം റെസ്ലിംഗ് ഫീൽഡിൽ ഇനി കുറച്ച് കാലം എന്തെങ്കിലും ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഗൾഫിൽ പോണതിന് മുന്നേ തന്നെ മാക്സിമം പറ്റുന്ന പോലെ ഇവിടെ ചെയ്യണം. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും വേറെ മേഖലകൾ കണ്ടെത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ആം റെസ്ലിംഗും ഈ എൻ്റെ ആർക്കിടെക്ചർ ഫീൽഡ് മാത്രമല്ലാണ്ട് അതിനുപരി ഒരു പുതിയൊരു തലം കണ്ടെത്തണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതിനോട് വേണ്ടി പ്രവർത്തിക്കും ഹോപ്പ്ഫുള്ളി. ഓക്കെ. അപ്പം ആ ഒരു ഏരിയ നമ്മൾ ഫുൾ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട്, നമുക്ക് എന്തൊക്കെ വേണം, ഇനിയും ഒരുപാട് നമുക്ക് പോകാനുണ്ട്, അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നല, ആ ഒരു ഫയർ ഉള്ളിലുണ്ട്. അതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്.
ഇനി എന്തായാലും അഫ്നാന്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് ഉമ്മയിലേക്ക് പോവാം. അഫ്നാൻ ഇപ്പോൾ +1 അല്ലേ? നമ്മൾ സ്റ്റേറ്റ് കോമ്പറ്റീഷനിലൊക്കെ മത്സരിച്ച് ആം റെസ്ലിംഗ് ഒരുപാട് അവാർഡ്സും ഒക്കെ നേടിയിരിക്കുകയാണ്. ഇപ്പോഴും ഇവര് ബ്രേക്ക് ചെയ്തെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണെന്ന് പറഞ്ഞു. ഇവരുടെ ആ ഒരു ആം റെസ്ലിംഗ് ഫീൽഡിൽ വന്നതിന്റെ ആ ഒരു ബേസിലാണോ അഫ്നാനും ഈ ഒരു ഫീൽഡിൽ? തീർച്ചയായും ഞാൻ ഒബിയസ്ലി ഇൻസ്പയർ ആയിരിക്കുന്നത് ഉമ്മയിൽ നിന്ന് മിക്കയിൽ തന്നെയാണ്. ആദ്യം എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്ന ബോക്സിങ്ങിനോടായിരുന്നു. അത് ഇൻസ്പയർ ആയത് മുഹമ്മദ് അലി. പിന്നെ വീട്ടിൽ സാഹചര്യം കാരണം പോകാൻ പറ്റിയില്ല, കാരണം അന്ന് ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടെ ബോക്സിങ് ക്ലാസ് ആണെങ്കിലും അടുത്തൊന്നുമില്ല. പിന്നെ ആ ഒരു ടൈമിൽ തന്നെയായിട്ടാണ് ഉമ്മയും മിക്കയും ഈ നാഷണൽസ് ജയിക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ന്യൂസും കുറേ ആകെ സ്പ്രെഡ് ആവുകയും ചെയ്ത് അത്യാവശ്യം ഫെയിം ആവുകയും, അപ്പോൾ അതിനോടൊന്ന് ഇൻട്രസ്റ്റ് വന്ന് അങ്ങനെ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ഏകദേശം ഒരു 3, 4, 5 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി ഉമ്മയുടെയും മിക്കയുടെ ഒപ്പം വർക്കൗട്ട് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് ഡിസ്ട്രിക്റ്റ് ഇറങ്ങിയത് അന്ന് ഭയങ്കര പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങിയത്. പക്ഷെ അന്ന് വലിയ വർക്കൗട്ടും ഇല്ല, സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പോൾ ഓബിയസ്ലി ഗോൾഡ് പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അന്ന് ബ്രോൺസ് ആയിപ്പോയി. പിന്നെ സ്റ്റേറ്റ് നമുക്കിപ്പോൾ ഡിസ്ട്രിക്ട് ജയിക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ 3 പൊസിഷൻസാണുള്ളത്. അതിൽ 3 പൊസിഷനിൽ ഏതൊരെണ്ണം കിട്ടിയാലും നമുക്ക് സ്റ്റേറ്റ് ഇറങ്ങാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി അവിടെ കിട്ടിയില്ല. നമുക്കന്ന് 4th, 5th അങ്ങോട്ടായിപ്പോയി. അപ്പം അന്ന് ഭയങ്കര വിഷമമായിരുന്നു. വിഷമത്തിന് പുറമെ ആ ഒരു സാഡ്നെസ്, അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ബെറ്ററായി ചെയ്യണം, എന്തായാലും ഫസ്റ്റ് അടിക്കണം, ഫസ്റ്റ് കിട്ടണം എന്നൊരു ഇതിലേക്ക് വന്നത് ചെയ്ത്. അപ്പം അന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം പോലും വിടാണ്ട് ഏകദേശം അങ്ങനെയും വർക്കൗട്ട് ചെയ്ത്, എത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ വർക്കൗട്ട് ചെയ്ത് അവസാനം പിറ്റേന്ന് ഡിസ്ട്രിക്റ്റ് ഗോൾഡ് കിട്ടി. പിന്നെ സ്റ്റേറ്റ് അന്ന് ഇക്കയും ഉമ്മയും ഞാനും ഉണ്ട്. ഇക്ക അന്ന് ഇതുപോലെ റണ്ണറപ്പായി, അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ കിട്ടി. ഉമ്മ അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ കിട്ടി. ഞാൻ അന്ന് ചാമ്പ്യനായി. അതായത് മറ്റേ 16 വയസ്സിന് കേരളത്തിലുള്ള എല്ലാ 16 വയസ്സിനെയും ഡോമിനേറ്റ് ചെയ്തിട്ട് ഒരു പൊസിഷൻ വരും. അങ്ങനെ അത് സെക്യൂർ ചെയ്യാൻ പറ്റി എനിക്ക്. അന്ന് ലെഫ്റ്റിലും റൈറ്റിലും ജൂനിയർ കാറ്റഗറിയിലാണെങ്കിലും അന്ന് സബ് ജൂനിയറിലും ജൂനിയറിലും 2 കാറ്റഗറിയിൽ ഡോമിനേറ്റ് ചെയ്ത്, എന്നിട്ട് ഫസ്റ്റിന് പുറമെ ഗോൾഡിന് പുറമെ ചാമ്പ്യൻ എന്നുള്ള ടൈറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ്, അതിന് മുന്നേ ആണെന്ന് തോന്നുന്നു, ഇതുപോലെ ഒരു സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഈ കേരളത്തിൽ ഇതെല്ലാം സ്കൂളും ഉണ്ടായിരുന്നതാണ്. അതിലും ഇതുപോലെ തന്നെ ഗോൾഡും കിട്ടി, ചാമ്പ്യനും കിട്ടി. പിന്നെ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഉമ്മ ഇപ്പോൾ ജോലിയായിട്ട് ഖത്തറിൽ പോയി, ഇക്കയാണെങ്കിൽ ഇപ്പോൾ പഠിത്തത്തിനായിട്ടും. പിന്നെ അതിനിടയിൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. ഹോസ്റ്റലിൽ വർക്കൗട്ട് കുറച്ചൊക്കെ കുറയ്ക്കേണ്ടി വന്നു, കാരണം ടൈമിങ് അവിടെ കറക്റ്റല്ല. സ്റ്റഡീസ് ആണെങ്കിലും പിന്നെ ഉറക്കം കറക്റ്റല്ല. പിന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ കുറവാണ് ആക്ച്വലി. അപ്പോൾ അതിന് അവിടെ അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. ഞാൻ ഡിസ്ട്രിക്റ്റ് ഇറങ്ങി. ഞാൻ 2nd പോയി പ്രാവശ്യം ചെയ്ത്. പിന്നെ സ്റ്റേറ്റ് 4th ആയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഒന്നും കൂടി ബെറ്റർ ആയിട്ട്, ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായൊരു ഒന്നുകൂടി പഠിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അപ്പം ഈ വർഷം എന്തായാലും ഈ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും പണ്ടത്തെ പോലെ തന്നെ ഫസ്റ്റ് എന്ന് പുറമെ ചാമ്പ്യനിലാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉണ്ടാവും. ഇപ്പോൾ അവസാന വർഷമാണ് ജൂനിയറിൽ. അപ്പോൾ അവസാനത്തിൽ തന്നെ വീണ്ടും ചാമ്പ്യൻ പിടിക്കണം തന്നെയാണ്. അതിനുള്ള കറക്റ്റ് വർക്കൗട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഫുഡിലും എല്ലാ കാര്യവും, ഫുഡാണെങ്കിലും സ്ലീപ്പാണെങ്കിലും ഉറക്കണം, എല്ലാത്തിലും നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആവണം. ഉറക്കം 8 മണിക്കൂറൊക്കെ എന്തായാലും ഉറക്കം. 8 കോമ്പറ്റീഷൻ എത്ര കാലം മുൻപ് നമ്മൾ ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കേണ്ടതുണ്ട്? ഏകദേശം ഒരു 3 വർഷമാണ് ആക്ച്വലി. നമ്മ പൊട്ടൻഷ്യലി ഏറ്റവും പവറാണ് 3 വർഷമാണ്. നമ്മുടെ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ശരിക്കും വേണം. പിന്നെ ഞാൻ 3 മണിക്കൂർ 2.5-3 മണിക്കൂർ എന്തായാലും വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ആണെങ്കിലും നമ്മൾ ബേസിക്കലി ഒരു ബോഡി ബിൽഡിംഗ് വർക്കൗട്ടിന് പുറമെ ആം റെസ്ലിംഗ് സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറേ വർക്കൗട്ട്സ് ഉണ്ട്. അപ്പോൾ കുറേ ടൂൾസും ഉണ്ട് അതിൽ തന്നെ. ഇപ്പോൾ റോപ്പ് കയറും, അങ്ങനെ കുറേ വർക്കൗട്ട്സ് ഉണ്ട്. ഫുഡും അത് ഇഷ്ടംപോലെ പ്രോട്ടീൻ ആയിട്ടാണെങ്കിലും പിന്നെ ഹൈഡ്രേറ്റഡ് ആവണം. നമ്മൾ ഈ പല സപ്ലിമെൻറ്റ്സും യൂസ് ചെയ്യണം. മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നെയാണ്. ഉറക്കം, ഫുഡ്, ഇത് രണ്ടുമാണ് ഏറ്റവും മെയിനായിട്ട്. വർക്കൗട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇതിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഇൻടേക്കും ചെയ്യണം. സ്കൂൾ നല്ല സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ സ്വീകരണം തരാനും അംഗീകാരം തരാനാണെങ്കിലും, നമുക്ക് എടുക്കുകയും ഇപ്പോൾ നാഷണൽസ് വേണമെങ്കിൽ അവരെന്നെ സ്പോൺസർ ചെയ്യാനും എല്ലാത്തിനും അവരെന്നെ തയ്യാറാണ്. അപ്പോൾ നമ്മളും അങ്ങനെ ഈ ഒരു ഫീൽഡിൽ ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടണം എന്നുള്ള ഒരു ഒറ്റ വാശിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി LLB എടുക്കണം, ഫുൾ പ്ലാൻഡ് ആണ് ഇവിടെ. അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ. ഇവരിങ്ങനെ ഫുൾ എല്ലാവരും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും
എങ്ങനെയാ ഇക്കയും അതുപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അതോ ഇവരുടെ ഒപ്പം? അല്ല, ഞാനിതൊക്കെ അവസാനിപ്പിച്ച ഒരാളായിരുന്നു. കാരണം എൻ്റെ ബേസ് കളരിയായിരുന്നു. ഞാൻ ഗുരുക്കളാണ് ശരിക്കും. എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോഴും ഉണ്ട്. സംസ്ഥാന കളരി സംഘത്തിൻ്റെ സർട്ടിഫിക്കറ്റുള്ള ഗുരുക്കളായിരുന്നു. കളരിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്നു ചെറുപ്പകാലം മുതൽ. പിന്നെ കരാട്ട കുറച്ച് കാലം പോയി. പിന്നെ അവിടുന്ന് മാറ്റം ഉണ്ടാവുന്നത് സമൂഹമാണ് പിന്നെ എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. ഈ അവസരരുടെയും ആശ്രണരുടെയും കണ്ണുനീരും അവരുടെ പ്രയാസങ്ങളൊക്കെ എന്നെ ചെറുപ്പം മുതൽ അലട്ടാറുണ്ട്. പിന്നെ നമുക്കങ്ങനെ തുറന്ന് പുറത്തേക്ക് വന്ന് സമരവേദിയിലേക്ക് പങ്കെടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ചുകൂടി വളർന്ന് ചിന്തകൾക്കൊപ്പം അതിലേക്ക് വരികയുണ്ടായിരുന്നു. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ടല്ലേ? അല്ല, അങ്ങനെ പറയാം. തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ അവരിൽ ബോധവാന്മാരാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ എന്ത് അവശേഷിപ്പിച്ച് തിരിച്ചുപോയി, അതാണ് നമ്മുടെ ചോദ്യം. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എന്ത് അവശേഷിപ്പിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്? ഒരു വീട് പണിതാണോ, അല്ലെങ്കിൽ കുറേ ബിൽഡിങ്ങുകൾ സ്ഥാപനങ്ങൾ നിർമ്മിച്ചതാണോ? അതൊന്നും സ്ഥായിയല്ല, അനശ്വരമായിരിക്കണം. നശ്വരമാണതെല്ലാം. നശ്വരമാണ് മനുഷ്യൻ്റെ ജീവിതം. അനശ്വരമായ രേഖപ്പെടുത്തലുകളാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, എന്തെങ്കിലും നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ ഞാനുണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തണം. അത് ശിലയിൽ കുത്തിവെച്ച എഴുത്തല്ല, നമ്മുടെ കർമ്മങ്ങളാണ്. അല്ലേ? നമ്മുടെ കർമ്മങ്ങളാണ്. വാദികാരസ്തു മാ ബലേഷു കഥാചന എന്ന് പറയും. കർമ്മണ്യവാദികാരസ്തു മാ ബലേഷു കഥാചന. അല്ലേ? നമ്മൾ കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ, കമുകര പാടിയിട്ടുണ്ട്. നമ്മൾ കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല പലർക്കും. അതാണ് നമ്മൾ മനുഷ്യന് ഉപകാരപ്രദമായിരിക്കണം. എന്താണ് നമ്മളിവിടെ അവശേഷിപ്പിച്ചത്? അതായിരിക്കണം നമ്മുടെ ചോദ്യം. ഉണർവിലും ഉറക്കിലുമൊക്കെ. ഇപ്പം ഇന്ന് രാത്രിയാകുമ്പോൾ നമ്മൾ എന്താണ് ഇന്ന് ഇവിടെ അവശേഷിപ്പിച്ചത്? തിരിഞ്ഞ് നോക്കുമ്പോൾ ശൂന്യമാണെങ്കിൽ നമ്മൾ പരാജയമാണ്. പക്ഷെ അതിലുപരി നമ്മൾ ആർക്കെങ്കിലും 10 രൂപ കൊടുത്തില്ലെങ്കിൽ, ഒരാൾ നല്ല വാക്ക് പറഞ്ഞെങ്കിൽ, ഒരാളെ കൈപിടിച്ച് കെട്ടിപ്പിടിച്ചെങ്കിൽ, ഒരു പുഞ്ചിരിച്ചെങ്കിൽ, ഞാൻ ഇത്ര ചെയ്തുള്ളൂ മതി. 1000 രൂപ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് തൻ്റെ സഹോദരൻ, അവനെ ഏതോ മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവനാകട്ടെ, അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് അവൻ്റെ കൈ ചേർത്ത് പിടിച്ച്. ഇന്ന് എനിക്കങ്ങനെ 2-3 അനുഭവം ഉണ്ടായി. വളരെ മുമ്പ് കണ്ട ആളുകളൊക്കെ, ആ ഋഷിത ഇവിടെ എത്ര കാലമായി നോക്കുമ്പോൾ അങ്ങനെ ഒരുമിച്ച് പോയി ചായ കുടിച്ചു. ചായ കുടിക്കേണ്ടതില്ലാത്തവണ്ണം പോയത് ചിലപ്പോൾ എന്താ ഒരു ചായ കുടിക്കുന്നതാണ്. അപ്പം അതിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്ന അതൊന്നും ലോകത്ത് ഒരാൾക്കും നൽകാൻ സാധിക്കില്ല. നൊബേൽ സമ്മാനം ലഭിച്ച ആളുകളുണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് പക്ഷേ അഴിഞ്ഞ കഥകളുണ്ടാവും, ഒളിഞ്ഞ കഥകളുണ്ടാവും. പലർക്കും ഈ കാണുന്ന വസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ആ ഒരു പൊടിപ്പും തൊങ്ങിലപ്പുറം അവൻ്റെ റിയൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ ശൂന്യമായിരിക്കും. അപ്രകാരമാവരുത് എന്നുള്ളതാണ്. അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകും. പുതിയ ജനറേഷൻ അപ്രകാരം കിട്ടുമെന്നറിയില്ല. പക്ഷേ എൻ്റെ മക്കളെ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം പ്രത്യേകിച്ച് അവർ ഈ ആരോഗ്യ മേഖല അവർക്കുള്ളതെന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വരെ അവരൊരിക്കലും ഒരു സീറ്റ് വലിക്കാനോ ഒരു മയക്കുമരുന്നിലേക്ക് പോകില്ല. അതൊരു പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. ഞാൻ ഇവരിലൂടെയാണ് ആ മേഖല പഠിക്കുന്നത്. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ ആരോഗ്യം, ഉറക്കം, ഭക്ഷണം. വേറൊരു സീറ്റ് വലിക്കുകയോ ഒരു കമ്പനി കൂടുകയോ, ഇപ്പോൾ രാത്രി സെക്കൻഡ് ഷോ കൂടെ ഉറക്കം പോകും, അവർ പോകില്ല. കാരണം പറ്റില്ല, നമുക്ക് ആരോഗ്യം നോക്കണം. ആ ഒരു വലിയൊരു കാര്യം കേട്ടോ സ്പോർട്സ് മേഖലയിൽ കിടക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. നമുക്ക് രഹനത്തയുടെ വിശേഷങ്ങൾ കേൾക്കാം. ഇതിപ്പോ മകനും ഉമ്മയും കൂടെ നാഷണൽ അവാർഡൊക്കെ കൊണ്ടുവന്ന് പലതവണ മത്സരിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഫേമസ് ആണല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുചെന്ന് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലേ. അതിന് മുൻപൊന്നും നമ്മളിങ്ങനെ സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ പണ്ട്? ഉണ്ട്. അപ്പോൾ ഏത് ഏരിയ ആയിരുന്നു? ഞാൻ ശരിക്കും ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ ഉണ്ട് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ആം റെസ്ലിംഗ് തന്നെ. പക്ഷെ അന്നില്ല കോമ്പറ്റീഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ബെഞ്ചിൽ പിടിക്കുമല്ലേ, അന്ന് കളിയായിട്ട് അന്ന് ഞാൻ കൂടെ പഠിക്കണ പിള്ളേരായിട്ട് തന്നെയാണ് ഞാൻ പഞ്ച് പിടിച്ച് അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. കൂടെ പഠിക്കണതാണ് കേട്ടോ. അന്നേ ഉണ്ടായ ഇൻട്രസ്റ്റ്. പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനൊന്നുമില്ല. പിന്നെ സ്പോർട്സ് ആയാലും അന്ന് ഓട്ടം അങ്ങനത്തെ എല്ലാ മത്സരത്തിലും പങ്കെടുക്കാറുണ്ട്, വിജയിക്കാറുണ്ട്. പിന്നീട് മോനിങ്ങനെ വന്നിങ്ങനെ ഇങ്ങനത്തെ ഒരു കാര്യം പറയണത്. അപ്പോൾ പിന്നെ നമുക്ക് അന്നേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഈ കാര്യത്തിന്. അതുകൊണ്ട് ഞാൻ പിന്നെ അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത്. അപ്പോൾ അവൻ അന്ന് ഇങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇത്രയും ഒപ്പം അതിനെ ട്രെയിൻ ഞാൻ അവൻ്റെ കൂടെ പോകും. ഞങ്ങൾ കുറച്ച് ദൂരെയാണ്. അന്ന് ഇവന് 14 വയസ്സ്. അപ്പോൾ അവനക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ പറഞ്ഞ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് എപ്പോഴും കിട്ടില്ല. അപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ പോവും, ഞാനും അവൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും മത്സരത്തിന് ഇറങ്ങിയത്. അങ്ങനെ മത്സരത്തിന് ഇറങ്ങുന്നു,
സമ്മാനങ്ങൾ വാങ്ങി വരുന്നു, എല്ലാവരും ഇങ്ങനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ അമ്മയും മകനും കൂടെ ഒന്നിച്ച് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? അത് ശരിക്കും നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണല്ലോ. മറ്റുള്ളവരിൽ നിന്നും നമ്മളത് ഭയങ്കര വെറൈറ്റി അല്ലേ? അന്ന് ആരുമില്ല, ഞാനും മോനും മാത്രമേ ഉള്ളൂ അന്ന്. അങ്ങനെ ഒരു ഇതിൽ ബാക്കിയുണ്ട് ഫ്രണ്ട്സുകളായിട്ടൊക്കെയാണ് വരുന്നത്. ഫ്രണ്ട്സുകളായിട്ട് ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരുമിച്ച് പ്രൈസ് വാങ്ങണ, പിന്നെ ഇവിടെ സ്വീകരണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് നമ്മൾ പിന്നെ അതിനെ കൂടുതൽ അന്ന് അധികം പ്രാക്ടീസ് ഒന്നുമില്ല കേട്ടാ, വളരെ കുറച്ച് പ്രാക്ടീസ് ഉള്ളു. പിന്നെ ഞങ്ങൾ കൂടുതൽ 15-16 അന്ന് ആ ടൈമിൽ അന്നാണ് മോനന്ന് നാഷണൽ 4th ആയി പോയി. എനിക്കന്ന് ബ്രോൺസാണ് കിട്ടിയത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗോൾഡ് കിട്ടി, സ്റ്റേറ്റിലും കിട്ടി. എനിക്ക് സിൽവർ ആയിരുന്നു, മോനക്കും അന്ന് സിൽവർ അങ്ങനെ കിട്ടി. പിന്നത്തെ വർഷം പക്ഷെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, മോളായതുകൊണ്ട് പറ്റിയില്ല. പിന്നെ മോൻ 10th ആയിരുന്നു. പിന്നീട് കൊറോണ വന്ന് അപ്പോൾ അത് അങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല. പിന്നീടാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് അന്ന് ഹൈദരാബാദിലായിരുന്നു മത്സരം. ഹൈദരാബാദിൽ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അന്നായിരുന്നു ഭയങ്കര വൈറലായത് ആ ന്യൂസ്. ഞങ്ങളത് അഫ്നാൻ വരുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ഇല്ല, ഞങ്ങൾ അഫ്നാനായിട്ട് മത്സരിച്ച് ഞങ്ങൾ സ്റ്റേറ്റ് മത്സരിച്ച്. പക്ഷെ അപ്പം ആ ടൈമിൽ ഞങ്ങൾ നാഷണൽ നീട്ടി, 2 മാസത്തേക്ക് നീട്ടി. അപ്പം പിന്നെ എൻ്റെ അന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ അവിടെ ജോയിൻ ചെയ്യണം എനിക്ക്. അങ്ങനെ ആയപ്പോൾ നാഷണൽ പങ്കെടുക്കാൻ പറ്റില്ല. അന്ന് പങ്കെടുക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയർ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി മത്സരിക്കണം എന്നുള്ള ഇതിലാണ്. ഞാൻ എൻ്റെ ലീവ് ജൂണിലാണ് എൻ്റെ ലീവ്. അപ്പോൾ ഞാൻ ആ ടൈമിൽ വരും, ആ ടൈം നോക്കിയിട്ടേ വരും. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് മത്സരിക്കണം, ഒരുമിച്ച് പ്രൈസ് അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളത്. പിന്നെ അത് കൂടാണ്ട് എനിക്ക് ഖത്തറിന് വേണ്ടി ഇറങ്ങണേനെ അതിനുള്ള പ്രാക്ടീസിങ് തുടങ്ങണം. നമ്മൾ ഇവിടെ ആണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യലൊക്കെ ഒരുമിച്ച് ചെയ്യാറുണ്ടോ? വീട്ടിലാണെങ്കിൽ വീട്ടിൽ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ടേബിൾ പ്രാക്ടീസ് വേണം. അപ്പോൾ ഇവിടെ ചെയ്യും. അത് കൂടാണ്ട് ഞങ്ങൾ തൃശ്ശൂർ പോയി ടേബിൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കുറെ സ്വപ്നങ്ങളുണ്ട്, കുറെ അച്ചീവ് ചെയ്യാനായിട്ട് കുറെ എയിം ഉണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ പറഞ്ഞു ഖത്തറിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്, ഇവിടെ ഒരുമിച്ച് ചെയ്യണം. മകളും കൂടെ വന്നിട്ട് അങ്ങനെ ഒരു കാറ്റഗറി ഞങ്ങൾ ആഗ്രഹമാണ് അത്. അങ്ങനെ എനിക്ക് ഇനി ആമിയോട് ചോദിക്കാനുള്ള, ആമി ആം റെസ്ലിങ്ങിന് പോകാനാണോ അതോ ഉപ്പയുടെ പോലെ എഴുത്ത് തുടങ്ങാനാണോ? എന്താ പ്ലാൻ? ആം റെസ്ലിംഗ് തന്നെയാണ്. കൈയടിക്കുന്നത് ഉപ്പയാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു കാറ്റഗറി ആവുകയാണ്. അപ്പോൾ ആം റെസ്ലിംഗ് ഇവിടെ ഇവരുടെ കൂടെയൊക്കെ ചെയ്യാറുണ്ടോ? ഇങ്ങനെ പഞ്ചഗുസ്തിയൊക്കെ ചെയ്യാറുണ്ടോ? ചിലപ്പോൾ. ആരാ ജയിക്കുക? ആമി ജയിക്കാറുണ്ടോ? ആമിയാണ് ജയിക്കാറല്ലേ? അപ്പൊ ഇവരുടെ കൂടെ മത്സരത്തിനൊക്കെ പോകുന്നു, ഇവർക്ക് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടുന്നു. അപ്പൊ ആമിക്ക് തോന്നുന്നല്ലേ ഞാനും ഇതുപോലെ മത്സരിക്കണം എന്നൊക്കെ തോന്നാറുണ്ടല്ലേ? സ്കൂളിൽ എന്തെങ്കിലും കോമ്പറ്റീഷന് പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാറുണ്ട്. എന്തിനാ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാ? ഡാൻസ് ഒക്കെ ഇഷ്ടമാണല്ലേ? പിന്നെ സ്പോർട്സ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മുടെ ജിമ്മില് അന്ന് 10 ദിവസത്തിൽ ഞാൻ അടിച്ചു. ആഹാ, ആരെയൊക്കെ തോൽപ്പിച്ചേ? അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെയൊക്കെ തോൽപ്പിച്ചോ? 2 ആൾക്കാരനെ. അപ്പൊ നമുക്കിനി കുറച്ചുകൂടെ വലുതായിട്ട് ഇവരുടെ ഒക്കെ കൂടെ പോയി നാഷണൽ അവാർഡൊക്കെ മേടിച്ച് മെഡലൊക്കെ മേടിച്ചു വരണം അല്ലേ നീ? അതുപോലെ ഡാൻസും ഉണ്ട്. ഇക്കയുടെ പോലെ ഡ്രോയിങ് ഉണ്ടോ? അതുണ്ട്. ആഹാ. അപ്പൊ നിങ്ങളുടെ ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടാലന്റ് ഉള്ള കുറെ ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് ഒരു വീട്ടില്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ആമി 2ാം ക്ലാസ്സിലാണല്ലേ? ഖത്തറിലാണ് പഠിക്കണേ. വെക്കേഷൻ എങ്ങോട്ട് വരും അല്ലേ? ബ്രില്യൻറ്റിലാണ് പഠിക്കണേ. പഠിക്കാൻ ഇഷ്ടമാണോ? കുറെ പഠിക്കാനുണ്ടോ? ചിലപ്പോ ഉണ്ടാവും. അപ്പൊ ആരാ ഹെൽപ്പ് ചെയ്യാ? ഉമ്മയാണോ ഹെൽപ്പ് ചെയ്യാ? അപ്പൊ അങ്ങനെ കുറെ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ട്രെയിനിങ് ചെയ്തിട്ട് വേണം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അല്ലേ? അപ്പൊ എന്തായാലും അടിപൊളിയാക്കണം. ഇവരെക്കാൾ കൂടുതൽ സമ്മാനം മേടിക്കണം. ഓക്കെ. ഇവർക്ക് ആദ്യത്തെ നാഷണൽ വിജയം വരിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ലീവിന് വരികയാണ് നാട്ടിലേക്ക്. ആ സമയത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം സ്കൂൾ പ്രിൻസിപ്പളാണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അപ്പം എന്നോട് പറഞ്ഞ വൈഫിനൊന്ന് അവിടെ ഒരു ഫെസ്റ്റിവൽ പ്രോഗ്രാം ഉദ്ഘാടനത്തിനായിട്ട് വിളിക്കണം. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എപ്പോഴാ സമയം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് അവിടെ പോയി. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ PT മാഷിക്ക് വൈഫായിട്ടൊന്ന് പിടിക്കണം, ഒരു ധാരണ. അപ്പോൾ ഇവളാണ് ഇവിടെ സമ്മതിച്ചു പോയി. പിന്നെ ഞാനതിൻ്റെ ഇടയിൽ കയറി പാടില്ല എന്ന് പറയുന്നത് ഒരു ഇതല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പോലെ രണ്ടുപേരും എനിക്കിഷ്ടമല്ല. കാരണം അത് ആണ്, ഇത് പെണ്ണ്, രണ്ടുപേരും പവറിൽ വ്യത്യാസം ഉണ്ടാവും. മാത്രമല്ല നാഷണൽ ഫിഗറാണ്. അതിട്ടും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. അപ്പം ഞാൻ സത്യത്തിൽ വെള്ളം കുടിച്ച സമയം അത് പുലിവാല എല്ലാം സമ്മതിച്ചു. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മത്സരം തുടങ്ങി. കുട്ടികൾ ചുറ്റും ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ലേ, കുട്ടികൾ ഫുള്ളായിട്ടുണ്ട്. പ്രിൻസിപ്പളുണ്ട്, വൈസ് പ്രിൻസിപ്പളുണ്ട്, എല്ലാവരും ആകാംക്ഷ തുടങ്ങി. ഞാനാണിങ്ങനെ വിയർത്തിട്ടായിരിക്കുന്നത്.
വളരെ ഈസി ആയിട്ട് അടിച്ചു. അയാളാകെ തകർന്നു പോയി. എനിക്ക് ഭയങ്കര അഭിമാനബോധം. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അവരുടെ പേര് ഞാൻ പറയുന്നില്ല, തടിച്ച നല്ല സൈസായിട്ടുള്ള വൈസ് പ്രിൻസിപ്പൾ എനിക്കത് പിടിക്കണമെന്നുണ്ട്. പിന്നെ പിടിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോഴും എനിക്ക് ഭയമായി. കാരണം സ്ത്രീയും തമ്മിലല്ലേ, ഇതിലൊരു ധൈര്യമുണ്ട്, അവനെ കടിച്ചിട്ടില്ലേ. പക്ഷെ അത് ഈസി ആയിട്ട് അപ്പോഴാണ് ശരിക്കും എനിക്ക് ശ്വാസം നേരം. ഞാൻ പറഞ്ഞു ഇനി മേലിൽ ജീവിതത്തിൽ ഒരാള് നിങ്ങൾ ആംറസ്ലിംഗ് അസോസിയേഷനിൽ ആരെ വല്ല അടിച്ചോ നമുക്ക് പരിചയപ്പെട്ട കുഴപ്പമില്ല. ടെൻഷൻ അടിക്കാൻ പബ്ലിക്കിനിടയിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു സംഭവം എനിക്കിപ്പോ ഇങ്ങനെ ഓർമ്മ വന്നു. നമുക്കൊരു കോൺഫിഡന്റ് ആണ് അത്, നമുക്ക് പറ്റും എന്നുള്ളതെങ്കിൽ നമുക്ക് നടക്കും അത്. പക്ഷെ അത് ചെയ്യരുത്, പിന്നെയാണ് മനസ്സിലായത് കേട്ടാ. കാരണം നമ്മളെങ്ങനെ അവിടെ തോൽക്കേറി പിന്നെ പറയില്ല അവര് നാഷണൽ ചാമ്പ്യനാണ്, ഞാൻ നാഷണൽ ചാമ്പ്യനെ തോൽപ്പിച്ചു. ചിലപ്പോ ഇപ്പൊ വെച്ചാൽ കുട്ടികളൊക്കെ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുക്കില്ല അവരെ. നാണക്കേട് അവര് വീഡിയോ എടുത്ത് ചിലപ്പോ അവരെന്ത് ചെയ്യും, സ്റ്റാറ്റസ് ഇടും, FB-യിലിടും. പക്ഷെ അപ്പൊ നാണക്കേടല്ലത്. അങ്ങനെ മുൻപും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നമ്മളിങ്ങനെ ആം റെസ്ലിംഗ് ആണ് നമ്മുടെ മേഖല എന്ന് കാണുമ്പോഴേ എന്നാ ഒന്ന് പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. വെറുതെ ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ ഒന്നിങ്ങനെ വരാറുണ്ട്. സ്ഥിരമാണ് അത്. അതൊരു എല്ലായിടത്തും പാട്ട് പാടുന്നവരൊന്ന് പാടൂ എന്ന് പറയുന്ന പോലെ അങ്ങനെ. അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുള്ളൊരു ഫാമിലിയാണ്. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളാണ് പറയാൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മൾ കാണുന്ന സമയത്ത് ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട്. ഒരുപാട് മെമൻസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിറയെ മെമൻറ്റും ആണ്. ഒരുപാട് അത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്ത അപ്പുറത്തും ഇരിക്കുന്നുണ്ട്. അതെങ്ങനെ നിറയട്ടെ, ഒരുപാടാവട്ടെ ഇനിയും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ്. എല്ലാവർക്കും ഒരുപാട് എയിം ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, പ്ലാൻസ് ഉണ്ട്. അതൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കാനുള്ള എല്ലാവിധ ആശംസകളും എല്ലാവർക്കും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.